സതീഷ് സാർ, അങ്ങ് നമ്മുടെ വേണുജി നായർ പറയുന്നത് വ്യക്തമായി കേട്ടല്ലോ. ഒരു തരത്തിലുള്ള മുന്നറിയിപ്പുകളും കാത്തു നിൽക്കേണ്ട. നമ്മുടെ സംവിധാനങ്ങളുടെ കൃത്യത അത്രമാത്രം പരിതാപകരമാണ്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട വസ്തുക്കളും നിങ്ങളുടെ ഉറ്റവരെയും കൊണ്ട് എത്രയും വേഗം നിങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോവുക. അത് മാത്രമാണ് നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു വഴി. ഞാൻ സാങ്കേതികത്വം പറഞ്ഞാൽ സാധാരണക്കാരന് മനസ്സിലാവില്ല സാർ. ഒരു മലയോര മേഖലയിൽ താമസിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ അവിടെ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇത് രാത്രി ഉണ്ടാകുമെന്നുള്ളത് എങ്ങനെ മുൻകൂട്ടി അറിയും? അങ്ങൊരു ദുരന്ത നിവാരണ വിദഗ്ധനാണ്. ഇപ്പോൾ വേണു സാർ പറഞ്ഞതിൽ തന്നെ വ്യക്തമാണ്, ഇതിനകത്ത് മറ്റ് പോംവഴികളില്ല. സർക്കാർ സംവിധാനങ്ങളുടെ മുന്നറിയിപ്പുകൾക്ക് കാത്തു നിൽക്കേണ്ടതില്ല. കാത്തു നിന്നാൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും, നിങ്ങളുടെ ഉറ്റവരുടെയും ഉടയവരുടെയും ജീവൻ നഷ്ടപ്പെടും. അപ്പോൾ ഈ ദുരന്തമുണ്ടാകുന്നതിന് മുൻപ് കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്തുകൊണ്ട് ഏതെങ്കിലും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് പോവുകയേ വഴിയുള്ളൂ. എങ്ങനെയാണ് സാർ ഒരു സാധാരണക്കാരൻ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാകുക എന്ന് തിരിച്ചറിയുക? ഈ ഉരുൾപൊട്ടലുണ്ടാകുന്ന സ്ഥലങ്ങളെല്ലാം പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ്. അപ്പോൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ആൾക്കാർ താമസിക്കാൻ തന്നെ ആ ഭാഗങ്ങൾ പാടില്ല, അവരെ മാറ്റിപ്പാർപ്പിക്കണമെന്നാണ് അത് സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അങ്ങനെ അവരെ താമസിക്കുന്നു, അവരെല്ലാം ആൾ ഓഫ് എ സഡൻ മാറ്റി പാർപ്പിക്കാൻ, അവർക്ക് വേറെ സ്ഥലം കൊടുത്ത് മാറ്റി പാർപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ. അപ്പോൾ അവിടെ ചെയ്യേണ്ടത്, ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഈ ദുരന്ത നിവാരണ അതോറിറ്റി വെച്ചിരിക്കുന്നത് ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് പ്രതികരിക്കാനല്ല. അതിന് ദുരന്തമുണ്ടാകാതിരിക്കുന്ന സമയത്ത് വിവിധ വകുപ്പുകളിലെ ആൾക്കാരെ ഏകോപിപ്പിച്ചുകൊണ്ട് അവർക്ക് ക്ലാസ് കൊടുത്തുകൊണ്ട് ഇവിടെ ഇന്ന സ്ഥലത്ത് ഇന്ന ഏരിയയിൽ ഒരു 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം തുടർച്ചയായി മഴയുണ്ടാകുകയാണെങ്കിൽ ഈ സാധ്യത നമ്മൾ മുന്നിൽ കാണണം, അവിടെയുള്ള ജനങ്ങളെയെല്ലാം മാറ്റിപ്പാർപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണം, അതിൽ ഇന്ന മുന്നൊരുക്കങ്ങൾ നടത്തണം. ആ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട കാര്യങ്ങളെല്ലാം അതത് വകുപ്പിലെ ആൾക്കാരെ ഏകോപിപ്പിച്ചുകൊണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അങ്ങനെ ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലുള്ള സ്ഥിതിവിശേഷം ഇതൊന്നും മുൻകൂട്ടി പ്രവചിക്കാൻ ഒരിക്കലും സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ മേപ്പാടി പഞ്ചായത്ത് ചൂരൽമല പ്രദേശത്ത് ഇപ്പോൾ 5 ദിവസത്തെ സാവകാശം കിട്ടി എന്ന് നേരത്തെ സംസാരിച്ച അദ്ദേഹം പറഞ്ഞു, കാലാവസ്ഥാ വിദഗ്ധൻ അദ്ദേഹം പറഞ്ഞു, വേണു സാർ പറഞ്ഞു. അപ്പോൾ 5 ദിവസത്തിൽ 2-ാം ദിവസത്തിൽ അവരെല്ലാം പോയി മാറ്റിപ്പാർപ്പിക്കേണ്ട ചുമതല ആർക്കാണ്? ഇതുപോലെ ട്രെയിനിങ് കിട്ടിയ വിഭാഗത്തിനാണ്. അങ്ങനെ ഒരു വിഭാഗത്തെ സജ്ജരായിട്ട് ഭടന്മാരായിട്ട് ഈ ഡിസാസ്റ്റർ വരുന്ന സമയത്ത് എല്ലാം ചെയ്യാനുള്ള സ്വയം സന്നദ്ധരായ സംഘടനകളോ അല്ലെങ്കിൽ വേറെയുള്ള ആൾക്കാരോ ഭടന്മാരെയോ സജ്ജരാക്കി നിർത്തേണ്ടത് നമ്മുടെ ഒരു ഭരണകൂടത്തിൻ്റെ ചുമതലയാണ്. ഭരണകൂടം അവിടെ വീഴ്ച വരുത്തി എന്നുള്ളതാണ്, മനഃപൂർവ്വം ആണോ അല്ലയോ എന്നുള്ള വിഷയം വേറെ. വീഴ്ച വരുത്തിയത് കൊണ്ടാണ് ഇത്തരത്തിൽ ആൾക്കാർ മരണപ്പെടുന്നത്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇതിന് മുന്നൊരുക്കങ്ങൾ പറഞ്ഞു. ഇപ്പോൾ പിന്നീട് ഓരോരോ സ്ഥലങ്ങളിൽ കൈത്തോടുകളും ചെറിയ കൈവഴികളും ചെറിയ പിന്നീട് അരുവികളും ഇതിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളും മണ്ണും നീക്കം ചെയ്താൽ തന്നെ ഫ്ലോ വളരെ ഈസി ആവും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെയും ഇന്നും വന്ന റിപ്പോർട്ടുകൾ പറയുന്നത്, ആൾക്കാർ പറയുന്ന ഓരോ സ്ഥലത്തുള്ള ആൾക്കാരുടെയും അഭിപ്രായം എന്ന് പറയുന്നത്, അതൊന്നും ചെയ്യാത്ത കൊണ്ടാണ് ഇവിടെ ഇത്രയും പ്രളയമുണ്ടാകുന്നത്, ഇവിടെ ഇത്രയും ഞങ്ങൾ ബുദ്ധിമുട്ടുന്നത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണം. അത് ദുരന്തം വരാൻ വരെ കാത്തിരിക്കരുത്. ഇപ്പോൾ എല്ലാ നദികളിലും, പ്രധാനപ്പെട്ട നദികളിലൊക്കെ മണ്ണടിഞ്ഞ് അതിൻ്റെ ആഴം കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിലൂടെ ക്രമാതീതമായ വെള്ളം ഒലിച്ചു വരുമ്പോഴത്തേക്ക് അത് സമീപ പ്രദേശങ്ങളെ മുഴുവൻ കംപ്ലീറ്റ് ഫ്ലഡാവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ആഴം കൂട്ടിയിട്ടുണ്ടോ? പിന്നെ തടയണകൾ നിർമ്മിച്ച് ഇതിൻ്റെ ഒഴുക്കിൻ്റെ ശക്തി കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്തു? അതുപോലെ തന്നെ ഇപ്പോൾ നിസ്സാരം ഒരു നഗരത്തിൽ വെള്ളം പൊങ്ങുന്നെങ്കിൽ ആ നഗരത്തിലെ ഓടകളെല്ലാം, അതിലുള്ള തടസ്സങ്ങളെല്ലാം മാറ്റി, അതിലെ വേസ്റ്റ് മുഴുവൻ കോരി മാറ്റി അതിലെ ഒഴുക്ക് തടസ്സപ്പെടുത്താത്ത രീതിയിൽ വളരെ ഫ്രീ ആയിട്ട് പോകുന്ന രീതിയിൽ ആക്കാമെങ്കിൽ ആ നഗരത്തിലെ വെള്ളപ്പൊക്കം നമുക്ക് നിർത്താൻ സാധിക്കും, അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ സാധിക്കും. അതുപോലെയുള്ള കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. അല്ലാതെ മഴ പെയ്ത്ത് മാക്സിമമായി ഫ്ലഡഡ് ആവുമ്പോഴല്ല ഓട ക്ലീൻ ചെയ്യേണ്ടത്. ആ ഒരു കാര്യങ്ങളിൽ നമ്മുടെ ഭാഗത്ത് വീഴ്ച വന്നിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് തീർച്ചയായിട്ടും സമ്മതിച്ചേ ഒക്കുള്ളൂ. പിന്നെ ശാസ്ത്രീയമായ കാര്യങ്ങൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്രാധാന്യമാണ്. അവർക്ക് ശാസ്ത്രീയമായ കാര്യങ്ങൾ ഇത്രയും അറിവോ ജ്ഞാനമോ ഇല്ല. പക്ഷേ
ഇത്രയും മഴ പെയ്യുമ്പോൾ അല്ലെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ നിന്ന് മാറി താമസിക്കാൻ അവരോട് ബന്ധപ്പെട്ട അധികാരികൾ പോയി പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും കേൾക്കും. അങ്ങനെ കേട്ടില്ലെങ്കിൽ ബൈ ഫോഴ്സ് ഉപയോഗിക്കാൻ വരെ ഈ ദുരന്ത നിവാരണ പിന്നീട് അതോറിറ്റിയുടെ അവരുടെ പിന്നെ നിയമങ്ങളിൽ പറയുന്നുണ്ട്. അങ്ങനെ ബൈ ഫോഴ്സിൽ വരെ മാറ്റി പാർപ്പിക്കേണ്ടതാണെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളപ്പോൾ നമ്മൾ ആൾക്കാരെ ഇപ്പോൾ പിന്നീട് വയനാട് ഒരു പ്രശ്നമുണ്ടായി. വയനാട് ഇന്നലെയും ഞാൻ ഈ സ്റ്റുഡിയോയിലെ ഐസിനെ വിളിച്ച് ചോദിച്ചു, വയനാട് ഇന്നലെ രാത്രി മുഴുവൻ മഴ പെയ്യുകയാണ്, രാവിലെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ, എന്തുകൊണ്ടാണ് അവിടെ പ്രശ്നമുണ്ടാകത്തക്ക രീതിയിലുള്ള പരിസ്ഥിതി അതിലോല മേഖലയാണ്. അവിടെ നമ്മളെ ജനങ്ങൾ പോയി ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ഉണ്ടാക്കത്തക്ക രീതിയിൽ അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ മഴയ്ക്ക് പോലും അവിടെ ഉരുൾപൊട്ടാനുള്ള സാധ്യത വളരെ കൂടിയിട്ടുണ്ട്. അത് നാച്ചുറലായിട്ട് അവിടെ ഒരു തടസ്സവുമില്ല നിന്നെങ്കിൽ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ശേഷി അവിടുത്തെ ആ പ്രകൃതിക്കുണ്ടാകുമായിരുന്നു. അതിനെയൊക്കെ നശിപ്പിച്ചു, കുറേയേറെ നശിപ്പിച്ചിട്ടുണ്ട്, അത് പറയാതെ വയ്യ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വളരെ കൂടുതൽ ശ്രദ്ധ നേടേണ്ടതാണ്. ആൾക്കാരെ ബോധവൽക്കരിക്കുക, ആൾക്കാർക്ക് വരെ ജനങ്ങൾക്ക് വരെ ട്രെയിനിങ് കൊടുക്കുക. ഇങ്ങനെയുള്ള മേഖലയിൽ ജനങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുക. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രാഥമികമായ കാര്യങ്ങൾ, ഇപ്പോൾ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ, ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കും. നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളൊരു റേഡിയോ നിങ്ങൾ കരുതി വയ്ക്കുക, നിങ്ങൾക്കുള്ള വെള്ളവും ഭക്ഷണവും 5 ദിവസത്തേക്ക് അല്ലെങ്കിൽ 10 ദിവസത്തേക്ക് കരുതി വെക്കുക, ബ്രെഡ് ബാക്കിയുള്ള കാര്യങ്ങൾ കരുതി വയ്ക്കുക, അത്യാവശ്യമുള്ള മരുന്നുകൾ, അത് ഇന്ന മരുന്നുകൾ നിങ്ങൾ കരുതി വയ്ക്കുക. പിന്നീട് വെളിച്ചമില്ലെങ്കിൽ നിങ്ങൾ അതുപോലെയുള്ള നിങ്ങൾക്ക് വെളിച്ചം കിട്ടത്തക്ക രീതിയിൽ ഉള്ള ബാറ്ററി സംവിധാനങ്ങൾ നിങ്ങൾ വയ്ക്കുക. പിന്നെ അടുത്തുള്ള ആളിനെ ഏതെങ്കിലും സ്ഥലത്ത് ഹാം റേഡിയോ ഉണ്ടെങ്കിൽ ഹാം റേഡിയോ ഉള്ള ആളിൻ്റെ വീടുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടത്തക്ക രീതിയിൽ ഒരു തയ്യാറെടുപ്പ് നടത്തുക. ഇങ്ങനെ കുറേ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും. കേരളത്തിൽ ഇങ്ങനെ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ഇവിടെ ദുരന്തബാധിത മേഖലയിൽ ഏതെങ്കിലും ജനത്തിന് കൊടുത്തതായിട്ട് അറിവുണ്ടോ? ഇത് ജനങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ശാസ്ത്രീയമായിട്ട് നമ്മൾ മുന്നേറുമ്പോൾ തന്നെ മറ്റ് പിന്നീട് വികസിത രാജ്യങ്ങളിൽ ചെയ്യുന്ന ഈ ദുരന്തം ഉണ്ടാവാതിരിക്കാൻ, ഒരു പ്രകൃതി ദുരന്തം നിർത്തലാക്കാനല്ലോ തടയാനോ ആർക്കും സാധിക്കില്ല. പക്ഷേ ദുരന്തമുണ്ടായാൽ അത് ജനങ്ങളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ അതാത് സർക്കാരുകൾ തന്നെയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു വീഴ്ച നമുക്കുണ്ടെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. അതിന് യാതൊരു സംശയവുമില്ല. ഈ മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഈ അങ്ങ് പറഞ്ഞതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മരുന്നും ആഹാരവും വെള്ളവും മുന്നറിയിപ്പുകളും വെളിച്ചവും ഒക്കെ നൽകുന്ന സ്ഥിതിവിശേഷം ഇല്ല എന്നുള്ളത് പോട്ടെ, ഇവിടെ 2018 വീട് നഷ്ടപ്പെട്ടവരുടെ പേരിൽ കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ട് ഒരു കല്ലുപോലും ഇടാത്ത രാഷ്ട്രീയ സംവിധാനങ്ങളാണുള്ളത്. ഇവിടെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വന്ന ഭക്ഷണപ്പൊതികൾ വരെ അടിച്ചു മാറ്റിയ നമ്മുടെ സംവിധാനങ്ങളാണുള്ളത്. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല.